ഞാൻ മുന്നേ ദം ബിരിയാണി ഉണ്ടാക്കുന്നതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ സാധാരണയായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ബിരിയാണി ഉണ്ടാക്കാൻ മേലാത്ത എല്ലാവർക്കും എളുപ്പം ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ദം ബിരിയാണി എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. എന്റേതായിട്ടുള്ള ഒരു റെസിപ്പിയാണ്, പക്ഷെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് ആ ഒരു റെസിപ്പി. നിങ്ങൾ ഇതേ രീതിയിൽ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ വെളിയിൽ നിന്നൊന്നും വാങ്ങിച്ച് കഴിക്കേണ്ടി വരത്തില്ല. ചിലർ മിക്കവാറും ഈ ഓർഡർ ചെയ്തൊക്കെ വെളിയിൽ നിന്നൊക്കെ ഹോട്ടലുകളിൽ നിന്നൊക്കെ ബിരിയാണി കഴിക്കുന്നതാണ് ഇഷ്ടം. അവരുടെ ആ ഒരു എസൻസ് എല്ലാം ഉണ്ടായി കഴിയുമ്പോൾ ഒരു സ്മെല്ലൊക്കെ വരും ബിരിയാണിക്ക്, അത് കഴിക്കുന്നത് ഇഷ്ടമാണ്. എന്നാൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റിലും ഒരു മണത്തിലും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതിന് ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടേതായിട്ടുള്ള ഒരളവ്, അരി എത്രയാണോ ചിക്കൻ എത്രയാണോ അതിൻ്റെതായിട്ടുള്ള മേടിക്കുക, ബിരിയാണി പീസായിട്ട് വാങ്ങിക്കുക. വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ചിക്കൻ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി വെള്ളം തോരാനും വേണ്ടി മാറ്റി വെക്കുക. പിന്നെ നമ്മൾ എടുക്കേണ്ടത് ഒരു കുറച്ച് സവാള, അത് നിങ്ങളുടെ അനുസരിച്ച് എടുക്കാം, നിങ്ങൾക്ക് എത്ര വേണം ഇത്രയും. ഞാൻ സാധാരണ 1 കിലോയ്ക്ക് 2 സവാളയൊക്കെ ആയിട്ടാണ്. വലിയ സവാളയാണെങ്കിൽ, ചെറുതാണെങ്കിൽ സാമാന്യ വലിപ്പമുള്ളതാണെങ്കിൽ 3-4 എടുക്കുമേ. എന്നിട്ട് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ബ്രൗൺ കളറായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. എടുത്തതിന് ശേഷം പകുതി ഒരു പാത്രത്തിലേക്ക് എടുത്ത് ഒന്ന് നല്ലപോലെ ക്രഷ് ചെയ്ത് പൊടിച്ചൊന്ന് കൈ കൊണ്ട് പൊടിച്ച് വെച്ചാൽ മതി. ആ രീതിയിൽ ഒരു പാത്രത്തിൽ മാറ്റി വെക്കാം. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, നിങ്ങളുടെ എരിവിനനുസരിച്ച്, വേറെ മുളക് ചേർക്കുന്നില്ല, എരിവിനനുസരിച്ചുള്ള പച്ചമുളകും കൂടെ ഒന്ന് മിക്സിയിൽ അരച്ച്, ഒരുപാട് പേസ്റ്റ് ആക്കണ്ട, മിക്സിയിൽ അരച്ചൊന്ന് എടുക്കുക. അത് ഇതിന്റെ പകുതി ഇതിലേക്ക് ഇടുക. ഈ ഉള്ളി നമ്മൾ പകുതി എടുത്ത് പൊടിച്ചതിനകത്തോട്ട് പകുതി ഇടുക. അതിലേക്ക് തന്നെ കുറച്ച് ഗരം മസാല, ഇത് ബിരിയാണി മസാല വേണമെന്നൊന്നുമില്ല, നമ്മൾ വീട്ടിൽ എടുക്കുന്ന ഗരം മസാല മതി കേട്ടോ. അതെടുക്കുക. മഞ്ഞൾപ്പൊടി എടുക്കുക. ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടെ എടുക്കുക. ഒരു നാരങ്ങാനീര് പിഴിഞ്ഞൊഴിക്കുക. 2 സ്പൂണ് തൈര്, കട്ട തൈര് ഒഴിക്കുക. 1 കൈയോളം മല്ലിയില, 1 കൈയോളം പുതിനയില, ഇത് രണ്ടും ചെറുതായിട്ട് അരിഞ്ഞോട് ഇതിനകത്ത് വെച്ചൊന്ന് മിക്സ് ചെയ്യണേ. ഇപ്പൊ ഉച്ചയ്ക്ക് വെക്കേണ്ടതാണെങ്കിൽ തലേദിവസം വൈകിട്ട് നിങ്ങൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് ഫ്രിഡ്ജിന്റെ താഴത്തെ തട്ടിൽ അങ്ങ് വെക്കുന്നത് ഒത്തിരി നല്ലതാണ്. കാര്യം ചിക്കനിലെല്ലാം പിടിച്ചു കിട്ടുന്നതിന് വേണ്ടിയേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈകിട്ട് ചെയ്യണമെങ്കിൽ രാവിലെ തന്നെ നിങ്ങൾ, അല്ലെ ഒരു ഉച്ചയാകാറാകുമ്പോഴത്തേന് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് മാറ്റി വെക്കുക. പിന്നെ ചോറ് നമ്മൾ വെള്ളം തിളച്ച കിടക്കുന്ന വെള്ളത്തിലോട്ട് നല്ലതുപോലെ കഴുകി, നല്ല തെളിവെള്ളം വരുന്നിടം വരെ അരി കഴുകി ഒരു 1/2 മണിക്കൂർ മാറ്റി വെക്കണം. മാറ്റി വെക്കുമ്പോഴത്തേന് ഈ വെള്ളം തിളച്ച് വരുമല്ലോ, ആ തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് കുറച്ച് ഏലക്ക, ഒരു 2-3 ഏലക്ക, പട്ട, ഗ്രാമ്പു, അല്പം കുരുമുളക്, ഒരു 10-15 കുരുമുളക്, ഇത്രയും ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് 1 സ്പൂൺ ബട്ടറോ ചേർത്ത് ഈ വെള്ളത്തിൽ ഒഴിച്ചിട്ട്, ബട്ടർ ഒഴിച്ചിട്ട്, അല്ല നെയ്യായാലും മതി, ഈ വെള്ളത്തിൽ ഒഴിച്ചിട്ട് ഈ അരി കൂടി അതിനകത്ത് ഇട്ടിട്ട് ഒരു 65% വരെ ഒന്ന് വേവിച്ച്, കാര്യം ഒരു മുക്കാൽ ഭാഗം വേവ് വേണ്ട, ആ രീതിയിലാക്കി നിങ്ങൾ വാങ്ങി ഇത് ഊറ്റി മറ്റൊരു പാത്രത്തിലാക്കി വെക്കുക. എന്നിട്ട് കുറച്ച് ഒരു 2 സവാള നല്ലതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്, ഈ ബാക്കി എണ്ണയുണ്ടല്ലോ, ഇത് വറുത്തെ ആ ബാക്കി എണ്ണ നമുക്ക് ഒരു ആവശ്യങ്ങളുണ്ട്, ഒരു 2 സ്പൂൺ മാറ്റി വെച്ചേക്കണേ. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന സമയത്ത്, അല്ലെ ചിക്കൻ എടുക്കുന്ന സമയത്ത് ഈ 2 സ്പൂൺ എണ്ണ, ഉള്ളി വറുത്ത എണ്ണ കൂടി ഇതിലൊഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ഈ ബാക്കി എണ്ണയ്ക്കകത്ത് ഉള്ളി വഴറ്റുക. നല്ലതുപോലെ ഉള്ളി അങ്ങ് വഴലണം കേട്ടോ. വഴന്നു വന്നതിന് ശേഷം ബാക്കി അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിന്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അതുകൂടെ, ഒത്തിരി പേസ്റ്റ് അല്ലേ ചതച്ചെടുത്തിരിക്കുന്നത്, അതുകൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് നല്ലതുപോലെ അരിഞ്ഞ് ഒന്ന് വഴറ്റിയെടുക്കുക. അതും കൂടെ അത് നല്ലതുപോലെ തന്നെ അങ്ങ് വഴലണം. വഴന്നു കഴിയുമ്പോൾ ഈ ചിക്കനൂടെ അതിനകത്ത് ഇട്ടിട്ട് ഒരു 1/4 ഭാഗം വേവ് വേണ്ട, ഒരു 1/4 ഭാഗത്തിനോട് അടുത്ത് വേവ് വരെ ഇതിനകത്തിട്ട് നല്ലതുപോലെ ഒന്ന് തീ കുറച്ച് തന്നെ വെക്കണേ, വിലയ്ക്ക് വേവുന്ന പരുവമാക്കി എടുക്കുക, ഒരു 1/4 ഭാഗത്തോളം. അതിനുശേഷം നമ്മൾ ഈ വാങ്ങി വെച്ചിരിക്കുന്ന ചോറ് ഇതിലേക്ക് ഇടുക, ഒരു ലെയർ ഇടുക. അതിന് മുകളിൽ കറങ്ങണ്ടി മുന്തിരിങ്ങായി ആവശ്യത്തിന് വറുത്ത് വെച്ചേക്കണം നെയ്ക്കകത്ത്, അതിടുക. മല്ലിയില ഇടുക, പുതിനയില ഇടുക, ഉള്ളി വറുത്ത് ഇടുക. വീണ്ടും ബാക്കി ചോറ് ഇതിന് മേളിൽ ഒരു ലെയർ ഇടുക. അതിന് മുകളിൽ വീണ്ടും ഈ മല്ലിയില, ബാക്കി വീണ്ടും ഒരു ലെയർ കൂടെ മല്ലിയില, ഇതേ രീതിയിൽ തന്നെ ഇടുക. ബാക്കി ചോറ് വീണ്ടും അതിന് മുകളിൽ. നല്ല ചൂട് പാലിനകത്ത് ഒന്നിലെ കുങ്കുമപ്പൂ ഒന്ന് കലക്കി വെക്കുക. കുങ്കുമപ്പൂ ഉണ്ടെന്ന് ഒരു സ്മെല്ലൊക്കെ കിട്ടും, ഒരു ടേസ്റ്റ് നല്ലൊരു ഇത് വരികയും ചെയ്യും, ഒരു മണമൊക്കെ. ഇല്ലെന്ന് വരിക, കുങ്കുമപ്പൂ ഇല്ലെന്ന് വരില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി പാലിനകത്ത് കലക്കി വെച്ചേക്കുക, അതിലൂടെ 1 സ്പൂൺ ഒഴിക്കുക. അതിന് മുകളിൽ വീണ്ടും ഒരു ലെയർ ചോറ് ഇതേ രീതിയിൽ തന്നെ ഇട്ടിട്ട്, ഇതേപോലെ തന്നെ കുങ്കുമപ്പൂ ഇട്ട് പാലല്ലേ മഞ്ഞൾപ്പൊടി ഇട്ട പാലും കൂടെ അതിന് മുകളിൽ ഒഴിക്കുക. ലാസ്റ്റ് ചോറിട്ടിട്ട് ഏറ്റവും മുകളിലും ഇതിന്റെ ബാക്കി പാലും കൂടെ ഇതുപോലെ ഒഴിച്ചിട്ട് കുറച്ച് നെയ്യൂടെ മേളിലൊഴിക്കുക. എന്നിട്ട് ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ എല്ലാം വെച്ച് നല്ലതുപോലെ മൂടിക്കെട്ടി, എപ്പോഴും നമ്മളെ തീ കുറച്ചിട്ടേക്കണം.
അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് മൂടിക്കെട്ടി അതേപോലെ വെച്ചിട്ട് അടുപ്പെടുത്ത് നല്ലപോലെ അടച്ചിട്ട് ഒരു വെയിറ്റ് കൂടെ അതിന് മുകളിൽ വെച്ച് വെക്കുക. ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വീണ്ടും ഒന്നുകൂടെ വേവിക്കുക. അത് കഴിയുമ്പോഴത്തേന് ഈ ചിക്കനിലെ വെള്ളമൊക്കെ പറ്റി ആ ചിക്കന്റെ ആവിയിൽ ഈ ചോറൊന്ന് വേവും. അപ്പൊ നല്ലൊരു ഈ ചിക്കന്റെ ആ മണം എല്ലാം കൂടെ വന്ന് നല്ലൊരു ടേസ്റ്റുമായിരിക്കും ഈ ദം ബിരിയാണി. നിങ്ങൾ ഇതേ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഇതുവരെ ബിരിയാണി ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പം വളരെ ടേസ്റ്റ് ആണ്, നല്ലതുമായിരിക്കും. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണേ.